പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന അതിർത്തി തർക്കങ്ങളും നയതന്ത്ര പ്രശ്നങ്ങളും കാരണം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പലപ്പോഴും സംഘർഷഭരിതമായിരുന്നു. ഗാൽവാൻ താഴ്വരയിലെ ഏറ്റുമുട്ടലുകൾ, തന്ത്രപ്രധാനമായ ധാതുക്കളുടെയും രാസവളങ്ങളുടെയും ലഭ്യതയെക്കുറിച്ചുള്ള ചൈനയുടെ നിലപാടുകൾ, പാകിസ്ഥാനുമായുള്ള ചൈനയുടെ പ്രതിരോധ സഹകരണം, ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് എന്നിങ്ങനെ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ തർക്കങ്ങൾക്ക് 1000 കാരണങ്ങൾ നിരത്താനുണ്ടെങ്കിലും സാധ്യമായ മേഖലകളിൽ ചൈനയുമായി സഹകരിക്കാനാണ് ഇന്ത്യ ഇപ്പോൾ ഒരുങ്ങുന്നത്. ഈ നീക്കത്തിന് പിന്നിൽ സങ്കീർണമായ അന്താരാഷ്ട്ര സാഹചര്യങ്ങളും ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷാ താൽപര്യങ്ങളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് നയതന്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 2020 ഗാൽവാൻ താഴ്വരയിലെ നിയന്ത്രണ രേഖയിലുണ്ടായ രക്തരൂഷിതമായ ഏറ്റുമുട്ടലിന് ശേഷം ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയിരുന്ന ടൂറിസ്റ്റ് വിസ വിലക്ക് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ഈ ഏറ്റുമുട്ടൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തിയിരുന്നു. ഇതിന് പിന്നാലെ ചൈനീസ് നിക്ഷേപങ്ങൾക്ക് ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും നിരവധി ചൈനീസ് ആപ്പുകൾ നിരോധിക്കുകയും ചെയ്തിരുന്നു. 5 വർഷത്തിനു ശേഷം ജൂലൈ 24 മുതൽ ചൈനീസ് പൗരന്മാർക്ക് ഇന്ത്യയിലേക്ക് ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷിക്കാം. ആദ്യം വെബ് ലിങ്കിൽ ഓൺലൈനായി വിസ അപേക്ഷാ ഫോം പൂരിപ്പിച്ച് പ്രിന്റ് ചെയ്യണം. തുടർന്ന് വെബ് ലിങ്കിൽ അപ്പോയിന്റ്മെന്റ് എടുത്ത് പാസ്പോർട്ട്, മറ്റ് അനുബന്ധ രേഖകൾ എന്നിവ ഉൾപ്പെടെ സമർപ്പിച്ച് വിസയ്ക്ക് അപേക്ഷ നൽകാം.